ശ്രീ പി സി വിഷ്ണുനാഥ്, ഈ ഉത്തരവിൽ വ്യക്തതക്കുറവ് താങ്കൾ കാണുന്നുണ്ടോ? ഇപ്പോൾ അതിർത്തിയിൽ ഏത് രീതിയിൽ പെരുമാറണം എന്ന കാര്യം, ഇത്തരം കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലായിരിക്കണം കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളത് വരെ ഈ ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ 25 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയും എല്ലാം പറയുന്നുണ്ട്. ഈ ഗോ സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടുന്നത് അതിർത്തികളിലാണ്. പല സമയത്തും വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കർണാടക അതിർത്തിയിൽ പോലും ഇതിനുള്ള സാധ്യതകൾ ചിലപ്പോൾ അങ്ങോട്ട് കാണേണ്ടി വന്നേക്കും. എന്ത് മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? ഈ ഉത്തരവ് നടപ്പിലാക്കില്ല എന്ന് എത്ര നാൾ പറയാൻ കഴിയും സംസ്ഥാന സർക്കാരുകൾക്ക്? അപകടത്തെ സംബന്ധിച്ച് വ്യക്തതക്കുറവില്ല. അത് മഞ്ജുഷിൻ്റെ ചോദ്യത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്തരമൊരു വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട് എന്നതിൻ്റെ ഒരു ധൈര്യത്തിൽ സ്വയം പ്രഖ്യാപിത സംരക്ഷണ ഗ്രൂപ്പുകൾ അവർ തന്നെ രൂപീകരിച്ച് അവർ രാജ്യത്ത് അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ട് പ്രധാനമന്ത്രിക്ക് പോലും അവർക്കെതിരായി പറഞ്ഞതായി ഒന്ന് വരുത്തേണ്ടതായി വന്നു. അത് പറയുക, പിന്നിൽ കൂടി അത്തരം ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ള സംരക്ഷണം കൊടുക്കുക. ഇതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും യു പിയിലാണെങ്കിലും ഇത്തരത്തിലുള്ള സ്വയം പ്രഖ്യാപിത സംരക്ഷണ ഗ്രൂപ്പുകൾ ഇപ്പോൾ തന്നെ അവരുടെ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വിജ്ഞാപനത്തിൻ്റെ പിൻബലം കൂടി ഇത്തരം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ ഇതിൻ്റെ വ്യാപ്തി കൂടാൻ പോവുകയാണ്. ഇവിടെ ജിഗേഷ് പറഞ്ഞ ഒരു കാര്യത്തിന് പ്രസക്തി ഉണ്ടായതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇന്ന് ശ്രീ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3ാം വാർഷികത്തിൻ്റെ ചർച്ചകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇത് പോകുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതുകൂടെ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 2 കോടി തൊഴിൽ ദിനങ്ങൾ 2 കോടി തൊഴിൽ ഈ യുവാക്കൾക്ക് നൽകും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 3 വർഷം മുമ്പ്. ആ 2 കോടി തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്ക് പ്രകാരം ആണെങ്കിൽ പോലും 2.31 ലക്ഷം തൊഴിൽ മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. 2 കോടിയിൽ നിന്നും 2.31 ലക്ഷത്തിലേക്കാണ് വാഗ്ദാനം യാഥാർത്ഥ്യം. അവിടെയാണ് ഉത്തർപ്രദേശിൽ മാത്രം 3 കോടി അടുത്ത ആളുകൾക്ക് ഇതിൽ മൂലം തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഇങ്ങനെ പരമ്പരാഗതമായി ഇത്തരം തൊഴിലുകൾ ചെയ്യുന്നവർ, അപ്പോൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു ജോലിയൊന്നുമല്ല ഇത്. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുകയാണ്. ഇപ്പോൾ ലെതർ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഈ ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞെടുക്കുന്ന ഉനയിലെ ദളിത് സഹോദരന്മാരാണെങ്കിലും മറ്റു നല്ലൊരു തൊഴിൽ കിട്ടിയാൽ മാറാൻ കഴിയുന്നവരാണ്. അവർക്കത് കഴിയുന്നില്ല, കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അപ്പോൾ ഇത്തരം ആളുകളെ ഒറ്റയടിക്ക് തൊഴിൽരഹിതരാക്കുന്ന ഒരു സംവിധാനം രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന അപകടം. 3ാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതാണ്. പാലാണെങ്കിലും മുട്ടയാണെങ്കിലും പയറാണെങ്കിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസിക്ക് വേണ്ടി കഴിക്കുന്ന ആളുകൾ ഉണ്ടാകാം രാജ്യത്ത്. അതേസമയം തന്നെ ഇറച്ചി കഴിക്കുന്നവരും ഉണ്ടാകാം. അവർ മുഴുവൻ വീണ്ടും മറ്റേത് ലഭ്യമല്ലാതെ വരുമ്പോഴത്തേക്ക് ഇവിടേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിലക്കയറ്റം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ഇൻഡിവിജ്വൽ ചോയ്സ് ഇവിടെ ഉള്ള സാഹചര്യം ഗവൺമെൻറ് നഷ്ടപ്പെടുത്തും ഒരു ഉത്തരവിൽ കൂടി, നടപടിയിൽ കൂടി. ഇത്തരം കാര്യങ്ങളാണ്. ഇത് ലാഘവത്തോടു കൂടി സമീപിക്കേണ്ട ഒരു കാര്യമല്ല. ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയപരമായ അജണ്ട നടപ്പിലാക്കാൻ തന്ത്രപരമായ അവസരമൊരുക്കി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് ഇതിനെ കാണേണ്ടതാണ്. ശ്രീ ജിഗേഷ്, ഇപ്പോൾ ഇതിലെ നിയമക്കുരുക്കും കേന്ദ്ര സർക്കാരിന് ബോധ്യമുള്ള കാര്യമായിരിക്കുമോ? മുൻവിധിയോടുകൂടി തന്നെ ഈ നിയമക്കുരുക്കിൽ ഈ ഒരു ഉത്തരവ് പെടും എന്ന മുൻവിധിയോട് തന്നെ, പക്ഷേ ഇത് നടപ്പാക്കുന്നത് ഒരു വലിയ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിയമക്കുരുക്കിലൂടെ ഇത് അസാധുവായി പോയാലും കുഴപ്പമില്ല, ആ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന മുൻവിധിയോട് കൂടിയുള്ള ഒരു ഉത്തരവും ആയിരിക്കില്ലേ ഈ പറയുന്ന, ആവർത്തിച്ച് ഇതിനെ എതിർക്കുന്നവർ പറയുന്ന ഫെഡറൽ സംവിധാനത്തിലുള്ള കടന്നുകയറ്റം? ഇത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി മാറുമോ? ഈ ഉത്തരവ് റദ്ദാക്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതോ വളരെ തന്ത്രപരമായ രീതിയിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിൻ്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നതിനാൽ സേഫാണോ കേന്ദ്ര സർക്കാർ? അല്ല, ഞാൻ പറഞ്ഞു ഇത് വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് വളരെ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു തീരുമാനമാണെന്നാണ് ഹർഷവർദ്ധൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിന് ഈ യാതൊരു വളച്ചുകെട്ടുമില്ലാതെയാണ് അദ്ദേഹം വളരെ വളരെ പച്ചയ്ക്കാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സെൻറ്ററിന് ആവശ്യം എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലേക്ക് വരിക
എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ യു പി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ യു പി തെരഞ്ഞെടുപ്പിൽ 300-ലധികം സീറ്റ് കിട്ടാൻ ആവശ്യമായ ഒരു പോളറൈസേഷൻ സൃഷ്ടിക്കുന്നതിന് യു പിയിലെ BJP ഉപയോഗിച്ച ഒരു മാനിഫെസ്റ്റോയിലെ വാഗ്ദാനമായിരുന്നു എല്ലാ അറവുശാലകളും അടച്ചുപൂട്ടുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ പത്രപ്രവർത്തകർ എന്ന നിലയ്ക്ക് പ്രത്യേകം ചോദിച്ചിരുന്നു, ഇല്ലീഗൽ അറവുശാലകളാണോ നോൺ മെക്കനൈസ്ഡ് അറവുശാലകളാണോ? അപ്പോൾ ഇതൊന്നുമല്ല, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതാണ് ക്യാമ്പയിനകത്ത് എല്ലാ അറവുശാലകളും അടച്ചുപൂട്ടുക. ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത ഉടൻ ഈ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. ഈ അറവുശാലകൾ അടച്ചുപൂട്ടുന്ന പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. ശ്രീ ബി രാധാകൃഷ്ണൻ സൂചിപ്പിച്ച മെക്കനൈസ്ഡ് അറവുശാലകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ യു പിയിൽ ഉത്തർപ്രദേശിൽ മാത്രം 36ഓളം വൻകിട എന്താ പറയുക മെക്കനൈസ്ഡ് അറവുശാലകളാണുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ബുഫല്ലോ മീറ്റിൻ്റെ 26,000 കോടി രൂപയുടെ എക്സ്പോർട്ടുള്ള ഒരു മേഖലയാണ് ബുഫല്ലോ മീറ്റ്. ഈ ബുഫല്ലോ മീറ്റിൽ 16-17,000 കോടി രൂപയുടെ മീറ്റും പോകുന്നത് യു പിയിൽ നിന്നാണ്. 80% ദളിതുകളും മുസ്ലിങ്ങളുമാണ് ഈ മെക്കനൈസ്ഡ് ആൻഡ് നോൺ മെക്കനൈസ്ഡ് അറവുശാലകളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ജോലി ഒരു ഭീഷണിയിലാണ്. അതിനെപ്പറ്റി ഈ ലൈഫ് സ്റ്റോക്ക് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെയും മറ്റും കണക്കുകളും സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ ആശങ്കകളും എല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ ഇത് രണ്ടാമതായിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി കാണണമെന്നുണ്ടെങ്കിൽ 22-ാം സെക്ഷനിലെ സബ്സെക്ഷനുകളായിട്ടുള്ള 1, 2, 3, 4, 5, 6, 7 സബ്സെക്ഷനുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ട്രേഡിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. കീപ്പ് എ റെക്കോർഡ്, മൂന്നാമത്തെ സെക്ഷൻ 22-ൽ 3ാമത്തെ സബ്സെക്ഷൻ, കീപ്പ് എ റെക്കോർഡ് ഓഫ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പർച്ചേസർ ആൻഡ് പ്രൊക്യൂർ ഹിസ് ഐഡന്റിറ്റി പ്രൂഫ്. Verify the purchaser is an agriculturist by seeing the relevant revenue document. 5. Ensure that the purchaser of the animal gives a declaration that he shall not sell the animal up to 6 months from the date of purchase and shall abide by the rules relating to transport of animals made under the Act or any other law for the time being in force. Retain such record for a period of 6 months from the date of sale. Produce such record before an inspector on demand being made by him at any reasonable time during that period and allow a copy of it. അങ്ങനെ വളരെ കൃത്യമായി കാറ്റിൽ സെയിലിനെ ബ്ലോക്ക് ചെയ്യാനാവശ്യമായ ഒരു നിയമമല്ല ചട്ടം, റൂൾ ആണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പാർലമെൻറ്റിനെ മറികടന്നുകൊണ്ടാണ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ മറികടന്നുകൊണ്ടാണ്, ഇത് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ ഫെഡറൽ സ്ട്രക്ചറുകളെയും മറികടന്നുകൊണ്ടാണ്. ഇത് കർഷകൻ്റെ താല്പര്യത്തിനെതിരാണ്, ഇത് വ്യവസായിയുടെ താല്പര്യത്തിനെതിരാണ്, ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. കരുതിക്കൂട്ടി തന്നെ നിയമക്കുരു കഴിക്കാൻ പറ്റുമെന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനാൽ ബീഫ് കഴിക്കുന്ന മലയാളിയുടെ ആഹാരശീലം ഇനി മുതൽ മാറ്റേണ്ടി വരുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ധിം തരികിടത്തു.